Hello. Hi. How are you? Okay. Thank you. Pavitra here. Yeah. Okay. എടാ നീ ഫോണും കുത്തി ഇവിടെ ഇരുന്നു. നിനക്ക് ബോധം വരുമ്പോഴേ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുവേ. അമ്മയോട് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് നേരെ ചോദിനെ മുഖത്ത് നോക്കി സംസാരിക്കണം. നിങ്ങൾ ഇങ്ങനെ കിടന്ന് വളച്ചു കെട്ടി പറഞ്ഞ് എനിക്ക് മനസ്സിലാവില്ല. ഒരു മോന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇവിടെ നടക്കണത്? പിന്നെയും വളച്ചു കെട്ടുന്നു. എന്നാ പ്രശ്നം എന്നാ? എടാ സുമിത്രക്ക് ആരോട്ടൊക്കെ എന്തോ ഇടപാടുണ്ട്. കാണും. അത് നീ ഒന്ന് ശ്രദ്ധിക്കണം. കാണും അമ്മച്ചി. കാരണം അവൾക്ക് അപ്പനുണ്ട്, അവൾക്ക് അമ്മയുണ്ട്, അവിടെ ചേട്ടനുണ്ട്, അവിടെ ബന്ധുക്കാരുണ്ട്. ഇവരൊക്കെ ആയിട്ട് പല ഇടപാടുകളും കാണും അവർക്ക്. എടാ പവിത്ര, നേരെ പോന്നുള്ള കേസ് കെട്ടൊന്നും അല്ല ഇത്. എന്റെ ബലമായ സംശയം സുമിത്രക്ക് ആരോടോ പ്രേമം ഉണ്ടെന്നാണ്. എന്റെ അമ്മ ഒരുമാതിരി മുഖത്ത് നോക്കി വേണ്ടാതെ പറയല്ലോ കേട്ടോ. അല്ല നീയല്ലേ പറഞ്ഞ മുഖത്ത് നോക്കി സംസാരിക്കാൻ. ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ അത് വേണ്ടാതീനോയാ? എടാ 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കണേന്ന്. അവള് മൊബൈലിൽ തന്നെയാണ്. ബെസ്റ്റ്. 2 വർഷമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, അവള് ഫുൾ ടൈം മൊബൈലിലാണ്. ഇത് അങ്ങനത്തെ ഫോൺ വിളി അല്ലടാ. വീടിന്റെ പുറകുവശത്തും പറമ്പിലും ഒക്കെ നടന്നാണ് ഫോൺ വിളി. ഒരു കൊഞ്ചലും പുഴയിലും. അല്ലെ ഈ ഫോൺ വിളിക്കുമ്പോ എന്തിനീ കോഡ് ഭാഷ പറയണം? കോഡ് ഭാഷയോ? എന്നെ കാണുമ്പോ മലയാളമൊക്കെ അങ്ങോട്ട് നിർത്തും, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ പോരാത്തതിന്റെ കോഡ് ഭാഷയും. അമ്മച്ചിക്ക് തന്നെ പറ്റിയത് കോഡ് ഭാഷ. എടാ പവിത്ര, എന്നോട് ഞാൻ കള്ളത്തരം പറയുക. അവള് ഇംഗ്ലീഷിൽ സംസാരിക്കണത് എനിക്ക് മനസ്സിലാകാതിരിക്കാനാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ല. കേൾക്കാൻ പറ്റാത്ത കാര്യം ഏതാണ്ടുമാണ്. അതാണ് അവള് കോഡ് ഉപയോഗിക്കണത്. ഞാനിതങ്ങ് വിശ്വസിക്കില്ല. അവളെ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയാലേ നീ പഠിക്കുള്ളൂ. പവിത്ര, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലേ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആ ബേക്കറിക്കാരെ സുധാകരന്റെ ഭാര്യ ലളിതയില്ലേ, ഒരു ഹിന്ദിക്കാരുടെ കൂടെ ഒളിച്ചോടി പോയ കഥ നിനക്കറിയാലോ. ഫോണില് ഹിന്ദിയിലായിരുന്നു സംസാരം. സുധാകരന് ഹിന്ദി അറിയാനും പാടില്ല. ലാസ്റ്റ് ഒളിച്ചോടി കഴിഞ്ഞപ്പോഴാണ് പ്രേമമാണെന്ന് മനസ്സിലാകണത്. മനസ്സിലായ? Okay. It's okay. I will manage it. No problem. Okay. I will call you later. Okay? Bye. ഇപ്പൊ നിനക്ക് മനസ്സിലായ കോഡ് ഭാഷയാണെന്ന്? എനിക്കോ നിനക്കോ മനസ്സിലാവൂല. സുമിത്രയോട് വന്നേ. നീ ആരെയും ഫോൺ ചെയ്തോണ്ട് ഇത്ര നേരം? വെറുതെയോ? ഇതിന് മാത്രം ആരോടാടി ഫോണിൽ സംസാരിക്കാനുള്ള? സംസാരിക്കേണ്ട കാര്യമാണെങ്കിൽ സംസാരിച്ചല്ലേ പറ്റൂ. മോളെ സുമിത്രേ, ഉരുണ്ട് കളിക്കല്ലേ. സത്യം പറ, നീ ആരെയാ വിളിച്ചത്? അമ്മ ചെയ്ത് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വിളിച്ചല്ലേ പറ്റുള്ളൂ. നീ എന്നെ അമ്മച്ചിനെ നേരെ കിടന്ന് തട്ടി കയറുന്നത്. നീ ആരെ വിളിച്ചെന്ന് പറ. ഇതെന്താ ഈ ചോദ്യം ചെയ്യുന്നേ? പവിത്രേട്ടിന് കഴിവില്ലാത്തതേ എന്റെ കുറ്റമൊന്നും അല്ല. പവിത്രേട്ടിന് കഴിവ് ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ ചോദ്യം ചെയ്യാൻ വരുവാ. അവള് പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം നിനക്കൊന്നും മനസ്സിലായ? ഇല്ല. അത് ഞാൻ തന്നെ പറഞ്ഞു തന്നല്ലേ മോനെ. എടാ മോനെ, അവളെ കൈവിട്ട് പോയി. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. കാര്യം ഞാൻ പറഞ്ഞേക്കാം. സുമിത്രേ, ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നേരെ ചൊവ്വന് ഉത്തരം പറയുന്നു. ചോദിക്കുന്ന ചോദ്യം നേരെ ചൊവ്വയാണെങ്കിൽ എന്റെ ഉത്തരവും അങ്ങനെ തന്നെ ആയിരിക്കും. നീ ആരെയാണ് ഈ ഫോണിൽ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഇതെന്താ പവിത്രേട്ടാ ഇത്രയും നാളും ഇല്ലാത്തൊരു സംശയം ഇപ്പം? ഈ അമ്മച്ചിയുടെ വാക്കും കേട്ട് വെറുതെ എന്നെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ വന്നാൽ ഞാൻ എന്റെ പാട്ടിന് ഇറങ്ങിപ്പോവും. ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ പോവുന്നു. സുമിത്രേ, ഇതൊരു വീടാ. ഇവിടെയുള്ള ഒരു കാര്യങ്ങൾ പരസ്പരം അറിയുകയും പറയുകയും വേണം. പറ പവിത്രേട്ടന് ഇപ്പൊ എന്താ അറിയേണ്ടെന്നേ? നീ 3-4 ദിവസമായിട്ട് ഏതോ നേരം നോക്കിയാലും ഫോണിലാന്ന് അമ്മ പറഞ്ഞല്ലോ. ആയിരിക്കാം എന്നല്ല, ആണ്. ഞാനും ഇത് കണ്ടോണ്ടൊക്കെ തന്നെ ഇരിക്കുക. ശരി, സമ്മതിച്ചു. നീ ആരെയാ വിളിക്കുന്നത്? അതും ഇംഗ്ലീഷിൽ. മലയാളത്തിൽ പറഞ്ഞ ഞങ്ങളൊക്കെ കേൾക്കുമല്ല. ഇംഗ്ലീഷ് പ്രേമം അതിവിടെ നടക്കൂല. പിന്നെ ഞാൻ എന്താ വേണ്ടത്?
എപ്പോഴും മലയാളത്തിൽ തന്നെ അങ്ങ് സംസാരിച്ചോണ്ട് കിടക്കണോ? ആ. ഹോ, എന്നാ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. പവിത്രേട്ടനൊരു ലോണിനായിട്ട് 2-3 ആഴ്ചയായിട്ട് നടക്കുന്നുണ്ടല്ലോ, കിട്ടിയോ? അതെങ്ങനെ കിട്ടും? പറഞ്ഞ കടലാസുകളെല്ലാം കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു മാനേജരെ കാണണം, മാനേജർക്ക് എന്തോ സംശയമുണ്ട്, മാനേജരുമായിട്ട് നേരിട്ട് സംസാരിക്കണമെന്ന്. എന്നിട്ട് മാനേജരോട് സംസാരിച്ചോ? അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അമ്മച്ചിയോട് ഞാൻ വല്ലതും ചോദിച്ചോ? ഞാൻ പവിത്രേട്ടനോടല്ലേ ചോദിക്കുന്നത്. പവിത്രേട്ടൻ പറ, സംസാരിച്ചോ? പുള്ളി ഒരു വടക്കേറ്റക്കാരനല്ലേ, പുള്ളിക്ക് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. എന്നിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. ഓ, എന്നിട്ട് കിട്ടിയോ? ഞാൻ ആ കുറുപ്പ് മാഷോട് പറഞ്ഞിട്ടുണ്ട്. കുറുപ്പ് മാഷ് വന്നിട്ട് പോയി സംസാരിക്കാൻ വേണ്ടി ഇരിക്കുക. ഈ കുറുപ്പ് മാഷിന് വരെ ഞാൻ സംസാരിച്ചാ മതിയോ? അതിന് നിനക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. പിന്നെ ഇതുവരെ നിങ്ങൾ കേട്ടതന്നാ തെലുങ്കോ? ഒന്ന് സഹായിക്കാന്ന് കരുതിട്ട് 2 ദിവസമായിട്ട് ഞാൻ അയാളെ വിളിക്കുക. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തീരുമ്പോ അടുത്ത സംശയമായിട്ട് അയാൾ വരും. പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇത് അയാളുടെ നമ്പരല്ലേ? അതെ അതെ. ഇന്നത്തോടുകൂടി കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ആക്കാന്ന് വിചാരിച്ചതാ. ഇനി ഞാൻ ചെയ്യത്തില്ല. അമ്മയും മോനും കൂടെ എന്താന്ന് വെച്ചാൽ അങ്ങ് അയക്കും. എടി, എനിക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു പറഞ്ഞില്ലേ, പറയുന്ന മനസ്സിലാക്ക്. പവിത്രത്തിന് ഒന്നും പറയണ്ട. ഇനിയുള്ള കാര്യങ്ങളെ പവിത്രത്തിന് അങ്ങ് സംസാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദാ ഈ കക്ഷിയോടും കൂടെ അങ്ങ് ചോദിച്ചാൽ മതി. ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ലെങ്കിലേ നല്ല പച്ചത്തെറി പറഞ്ഞ് കാര്യം സാധിക്കും. ഇനി ഒരു കാര്യത്തിന് ഞാനില്ല. അല്ല, ഞാൻ അമ്മച്ചിയോട് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആവശ്യമില്ലാത്തതിനകത്തോട് തലയിടല്ലെന്ന്. അവക്കൊരു ഇത്തിരി ഇംഗ്ലീഷ് അറിയാവുന്നത് ഇത്ര വലിയ തെറ്റാണോ? അത് പിന്നെ പവിത്ര പവിത്രൻ, ഷട്ട് അപ്പ് യുവർ മൗത്ത്.